ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ടെൻസിംഗ് നോർഗെ പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് ടെൻസിംഗ് നോർഗെ പുരസ്കാരം? ഇത് ആർക്കൊക്കെയാണ് നൽകുന്നത്? നമുക്കറിയാം ടെൻസിംഗ് നോർഗെ ഒരു സാഹസികനാണല്ലേ. എന്ത് സാഹസമാണ് അദ്ദേഹം കാണിച്ചത്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ ടെൻസിംഗ് നോർഗെ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ പുരസ്കാരം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും അതൊരു സാഹസിക പുരസ്കാരം തന്നെയായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ആർക്കാണ് പുരസ്കാരം ലഭിച്ചതെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ടെൻസിംഗ് നോർഗെ ദേശീയ പുരസ്കാരം ജിതിൻ വിജയന്. ആർക്കാണ്? ജിതിൻ വിജയനാണ് ടെൻസിംഗ് നോർഗെ ദേശീയ പുരസ്കാരം ലഭിച്ചത്. ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം എന്താണ്? ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജിതിൻ വിജയനാണ് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആർക്കാണ് ഈ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നൽകുന്നത്? ആർക്കാണ് നൽകുന്നത്? കരയിലോ കടലിലോ വായുവിലോ? അപ്പൊ ഇതാണ് നമ്മുടെ കര, കടൽ, വായു. ഇവിടെ എവിടെയായാലും സാഹസിക കായിക പ്രവർത്തനങ്ങളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കുന്നവർക്കായി നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരമാണ് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം. എന്താണ്? കരയിലോ കടലിലോ വായുവിലോ. അപ്പൊ കരയിലാകാം, കടലിലാകാം, വായുവിലാകാം. എവിടെയായാലും എന്ത് നടത്തുക? സാഹസിക കായിക പ്രവർത്തനങ്ങളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കുക. അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന, അത്തരം അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കുന്നവർക്ക് ദേശീയ തലത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം. ജിതിൻ വിജയന് ഈ പുരസ്കാരം കൊടുത്തു. എന്ത് സാഹസമാണ് ജിതിൻ വിജയൻ കാഴ്ചവെച്ചത് നോക്കാം. ത്രിവർണ പതാകയുമായി അമേരിക്കയിലെ ടെന്നസിയുടെ ആകാശത്തുനിന്നു ചാടി റെക്കോർഡിട്ട കൊച്ചിയിലെ IT സംരംഭകനാണ് ആര്? നമ്മുടെ ജിതിൻ വിജയൻ. അപ്പോൾ എന്താണ് ജിതിൻ വിജയൻ കാണിച്ച സാഹസം എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാകയുമായി അമേരിക്കയിലെ ടെന്നസിയുടെ ആകാശത്തു നിന്ന് ചാടി ഒരു ലോക റെക്കോർഡാണ് കൊച്ചിയിലെ IT സംരംഭകനായ ജിതിൻ വിജയൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. അർജുന അവാർഡിന് തുല്യമാണ് നമ്മുടെ ടെൻസിംഗ് നോർഗെ ദേശീയ പുരസ്കാരം. അപ്പോൾ അർജുന അവാർഡിന് തുല്യമായ ഈ ബഹുമതി 1953 എഡ്മണ്ട് ഹിലാരിയുടെ കൂടെ എവറസ്റ്റിന്റെ കൊടുമുടിയിലെത്തിയ ആദ്യ വ്യക്തികളിൽ ഒരാളായ ടെൻസിംഗ് നോർഗെയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം 1953 ആദ്യമായി ഒരു വ്യക്തി എവറസ്റ്റ് കീഴടക്കുന്നത്. അത് രണ്ടുപേരാണ്, ഒരു വ്യക്തി എന്ന് പറയാനാകില്ല. ഇവരിൽ ആരാണ് ആദ്യം എവറസ്റ്റിന്റെ കൊടുമുടിയിൽ കാൽ വെച്ചത് എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അവരത് വെളിപ്പെടുത്തിയിട്ടില്ല. എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗെയും, ഇവർ രണ്ടുപേരുമാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വ്യക്തികൾ. അതിൽ നമ്മുടെ ടെൻസിംഗ് നോർഗെയുടെ പേരിലാണ് ഈ ദേശീയ സാഹസിക പുരസ്കാരം അറിയപ്പെടുന്നത്. 1993-94 കാലഘട്ടത്തിലാണ് ഈ പുരസ്കാരം സ്ഥാപിതമായത്. 150ഓളം പ്രതിഭകളാണ് ഇതുവരെ അർഹരായത്. ഇതിൽ എയർ അഡ്വഞ്ചറിൽ 17 പേർക്ക് മാത്രമാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നോക്കണം, 150ഓളം പേർക്ക് 1993-94 കാലഘട്ടത്തിൽ തുടങ്ങി 150ഓളം പേർക്ക് ഇതുവരെ ടെൻസിംഗ് നോർഗെ സാഹസിക പുരസ്കാരം നൽകിയിട്ടുണ്ട്. അതിൽ 17 പേർക്ക് മാത്രമാണ് എയർ അഡ്വഞ്ചർ എന്ന തലക്കെട്ടിൽ ഈ ബഹുമതി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരാളാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? ജിതിൻ വിജയൻ എന്ന് പറയുന്നത്. IT പ്രൊഫഷണലായ ജിതിൻ വിജയന് 8ഓളം റെക്കോർഡുകൾ സ്കൈ ഡൈവിംഗിൽ സ്വന്തമായുണ്ട്. എന്താണ്? IT പ്രൊഫഷണലാണ് നമ്മുടെ ജിതിൻ വിജയൻ. അദ്ദേഹത്തിന് നിലവിൽ 8ഓളം റെക്കോർഡുകൾ സ്കൈ ഡൈവിംഗിൽ സ്വന്തമായിട്ടുണ്ട് എന്നുകൂടി ഓർക്കുക. ഓടക്കുഴൽ അവാർഡ്. അപ്പോൾ അടുത്തിടെ നമ്മുടെ ഓടക്കുഴൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അരവിന്ദാക്ഷൻ രചിച്ച ഗോപ എന്ന നോവലിനാണ്. ആരുടെയാണ്? കെ അരവിന്ദാക്ഷൻ ലഭിച്ച ഗോപ. അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പേരാണ്. എന്താണ്? ഗോപ എന്ന നോവലിലാണ് ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്?
കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷനാണ് 2024 ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഗോപ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്ക് കെ അരവിന്ദാക്ഷന്റെ മറ്റു ചില കൃതികൾ നോക്കാം. മറ്റു ചില രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ നോവലുകളാണ് നിലാവിന്റെ വിരലുകൾ. എന്താണ്? നിലാവിന്റെ വിരലുകൾ, ജീവപര്യന്തം. നിലാവിന്റെ വിരലുകൾ, ജീവപര്യന്തം. സാക്ഷിമൊഴി. സാക്ഷിമൊഴി, മറുപാതി, ഭോപ്പാൽ. എന്താണ്? സാക്ഷിമൊഴി, മറുപാതി, ഭോപ്പാൽ. ഏതൊക്കെയാണ്? നിലാവിന്റെ വിരലുകൾ, ജീവപര്യന്തം, സാക്ഷിമൊഴി, മറുപാതി, ഭോപ്പാൽ. ഇത് ഇത്രയും നമ്മുടെ കെ അരവിന്ദാക്ഷന്റെ നോവലുകളാണ്. അദ്ദേഹത്തിന്റെ ചില കഥകൾ ഏതൊക്കെയെന്ന് നോക്കാം. അലക്കുയന്ത്രം. അലക്കുയന്ത്രം, മീര ചോദിക്കുന്നു, എലിവേട്ടയ്ക്കൊരു കൈപുസ്തകം, പുതിയ ഗോത്രത്തിന്റെ ഉൽപ്പത്തി. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കോഡ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കഥകളൊക്കെ കിടക്കുന്നത് അല്ലെ. അലക്കുയന്ത്രത്തിന് മുകളിലിരുന്ന് മീര കെ അരവിന്ദാക്ഷനോട് ചോദിക്കുന്നു. എന്താണ്? അലക്കുയന്ത്രത്തിന് മുകളിലിരുന്ന് മീര ചോദിക്കുന്നു. ആരോടാണ് ചോദിക്കുന്നത്? കെ അരവിന്ദാക്ഷനോടാണ്. അദ്ദേഹത്തിന്റെ കഥകളാണ് എന്ന് നമ്മൾ ഓർക്കുക. കെ അരവിന്ദാക്ഷനോടാണ് മീര ചോദിക്കുന്നത്, പുതിയ ഗോത്രത്തിന്റെ ഉൽപ്പത്തിക്കായി എലിവേട്ടയ്ക്കൊരു കൈപുസ്തകം തരാമോ. എന്താണ്? അലക്കുയന്ത്രത്തിന്റെ മുകളിലിരുന്ന് മീര ചോദിക്കുന്നു. അലക്കുയന്ത്രത്തിന്റെ മുകളിലിരുന്ന് മീര ചോദിക്കുന്നു കെ അരവിന്ദാക്ഷനോട്, എന്താണ്? പുതിയ ഗോത്രത്തിന്റെ ഉൽപ്പത്തിക്കായി എലിവേട്ടയ്ക്കൊരു കൈപുസ്തകം തരാമോ. എലിവേട്ടയ്ക്കൊരു കൈപുസ്തകം തരാമോ. ഇത്രയും കെ അരവിന്ദാക്ഷന്റെ കഥകളാണ്. അദ്ദേഹത്തിന്റെ ചില ഉപന്യാസങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഗാന്ധിജിയുടെ ജീവദർശനം. ഗാന്ധിജിയുടെ ജീവദർശനം, ഗാന്ധിയൻ കാഴ്ചകൾ, രാമൻ ഗാന്ധി അംബേദ്കർ. രാമൻ ഗാന്ധി അംബേദ്കർ, ഗാന്ധിജിയുടെ ജീവിത ദർശനം, ഗാന്ധിയൻ കാഴ്ചകൾ. ഏതൊക്കെയാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടത്? ഗാന്ധിജിയുടെ ജീവിത ദർശനം, ഗാന്ധിയൻ കാഴ്ചകൾ, രാമൻ ഗാന്ധി അംബേദ്കർ. രാമൻ ഗാന്ധി അംബേദ്കർ. അടുത്തത് ഏതാണ്? അധികാരത്തിന്റെ മതങ്ങൾ. അധികാരത്തിന്റെ മതങ്ങൾ, കാവി, പച്ച, ചുവപ്പ്. അധികാരത്തിന്റെ മതങ്ങൾ ഏതൊക്കെയാണ്? കാവി, പച്ച, ചുവപ്പ്. അധികാരത്തിന്റെ മതങ്ങൾ, കാവി, പച്ച, ചുവപ്പ് എന്ന പുസ്തകം എഴുതിയതും ആരാണ് എന്ന ഒരു ഉപന്യാസമാണ് എഴുതിയത് കെ അരവിന്ദാക്ഷനാണ്. അധികാരത്തിന്റെ ആസക്തികൾ. അധികാരത്തിന്റെ ആസക്തികൾ, ഹരിതരേഖകൾ. അധികാരത്തിന്റെ ആസക്തികൾ, ഹരിതരേഖകൾ. അപ്പൊ ഇത്രയുമാണ് കെ അരവിന്ദാക്ഷന്റെ ഉപന്യാസങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ ചില കൃതികൾ നമുക്കറിയാം. ഇങ്ങനെ ഒരു അവാർഡൊക്കെ കിട്ടുമ്പോഴാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്താ വരുന്നത്, നമ്മുടെ മലയാള ഭാഗത്തൊക്കെ ഈ രചന എഴുതിയത് ആര് എന്ന രീതിയിൽ, ഈ കൃതി എഴുതിയത് ആര് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. 2024 ഓടക്കുഴൽ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്? ജി അരവിന്ദാക്ഷന്. ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് അതിജീവനത്തിന് ഒരു കൈ ചൂണ്ടി. അപ്പൊ ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് അതിജീവത്തിന് ഒരു കൈ ചൂണ്ടി. ഗാന്ധിജി അതിജീവിക്കുമോ? ഗാന്ധിജി അതിജീവിക്കുമോ? ജനാധിപത്യത്തിന്റെ കൊടും വേനൽക്കാലം. ഇതൊക്കെയും നമ്മുടെ കെ അരവിന്ദാക്ഷന്റെ ഉപന്യാസങ്ങളാണ്. അദ്ദേഹം എഴുതിയ മറ്റു ഉപന്യാസങ്ങളാണ്. ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ്. ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് അതിജീവനത്തിന് ഒരു കൈ ചൂണ്ടി. ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് അതിജീവനത്തിന് ഒരു കൈ ചൂണ്ടി. പിന്നെന്താണ്? ഒരു രസകരമായ ഒന്നാണ് ഗാന്ധിജി അതിജീവിക്കുമോ. ഗാന്ധിജി അതിജീവിക്കുമോ. അപ്പൊ ഗാന്ധിജി അതിജീവിക്കുമോ എന്ന ഉപന്യാസം അല്ലെങ്കിൽ എന്ന കൃതി ആരുടേതാണ്? കെ അരവിന്ദാക്ഷന്റേതാണ്. പിന്നെന്താണ്? ജനാധിപത്യത്തിന്റെ കൊടും വേനൽക്കാലം. ജനാധിപത്യത്തിന്റെ കൊടും വേനൽക്കാലം. അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഉപന്യാസങ്ങൾ. ഇനി അദ്ദേഹം മൊഴിമാറ്റം ചെയ്ത ചില കൃതികളുണ്ട്, നോക്കാം. മരങ്ങൾ നട്ട മനുഷ്യൻ. എന്താണ്? മരങ്ങൾ നട്ട മനുഷ്യൻ. പഴയ പാത, വെളുത്ത മേഘങ്ങൾ. അതിനൊരു പ്രത്യേകതയുണ്ട്. ഗൗതമ ബുദ്ധന്റെ ജീവിത കഥയാണ്. ഇതിലെഴുതിയത് തിച്ച് നാഥ് ഹാൻ ആണ്. തിച്ച് നാഥ് ഹാൻ എന്ന വ്യക്തി എഴുതിയ ഗൗതമ ബുദ്ധന്റെ ജീവിത കഥയെ നമ്മുടെ കെ അരവിന്ദാക്ഷൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് എന്ത്? പഴയ പാത, വെളുത്ത മേഘങ്ങൾ. എന്താണ്? പഴയ പാത, വെളുത്ത മേഘങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക.
പഴയ പാത വെളുത്ത മേഘങ്ങൾ എന്ന പുസ്തകം ഗൗതമ ബുദ്ധന്റെ ജീവിത കഥയുമായി ബന്ധപ്പെട്ടതാണ്. അത് തിച്ച് നാഥ് ഹാൻ, ആരാണ്? തിച്ച് നാഥ് ഹാൻ എന്ന വ്യക്തി എഴുതിയ ഒരു പുസ്തകമാണ് ഗൗതമ ബുദ്ധന്റെ ജീവിത കഥ. ഇതിന്റെ വിവർത്തനമാണ് എന്ത്? പഴയ പാത വെളുത്ത മേഘങ്ങൾ. പഴയ പാത വെളുത്ത മേഘങ്ങൾ. ഗാന്ധിജിയുടെ ജീവിത ദർശനം എന്ന കൃതിക്ക് 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പോൾ കെ അരവിന്ദാക്ഷന് 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത പുസ്തകം അല്ലെങ്കിൽ കൃതി ഏതാണ്? ഗാന്ധിജിയുടെ ജീവിത ദർശനം. ഗാന്ധിജിയുടെ ജീവിത ദർശനം. കൂടാതെ 2015 മികച്ച ഉപന്യാസത്തിനുള്ള അക്കാദമി എൻഡോമെന്റും ലഭിച്ചിട്ടുണ്ട്. 2015 മികച്ച ഉപന്യാസത്തിനുള്ള അക്കാദമി എൻഡോമെന്റും കെ അരവിന്ദാക്ഷന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം മറക്കരുത്, കൃതി മറക്കരുത്. വർഷം ഏതാണ്? 1995 കൃതി ഗാന്ധിയുടെ ജീവിത ദർശനം. ഗാന്ധിയുടെ ജീവിത ദർശനം. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. സ്റ്റാർഷിപ്പ് റോക്കറ്റ് കത്തി നശിച്ചു. അപ്പോൾ സ്റ്റാർഷിപ്പ് റോക്കറ്റ് കത്തി നശിച്ചു. അടുത്തിടെ സ്റ്റാർഷിപ്പിനെ പറ്റി കരുത്തുറ്റ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? വളരെ ടെക്നോളജി പരമായിട്ട് വളരെ വിജയകരമായ വാർത്തകളാണ് നമുക്ക് മുന്നിൽ എത്തുന്നത്. ഇവിടെ എന്താണ്? സ്റ്റാർഷിപ്പ് റോക്കറ്റ് കത്തി നശിച്ചു. അവർക്കൊരു ബാഡ് മാർക്ക് എന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് എന്താണ്? ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന് 7ാം പരീക്ഷണ പറക്കലിൽ തിരിച്ചടി. അപ്പോൾ ആകെ 6 പരീക്ഷണ പറക്കലായി. 7ാമത്തെ പരീക്ഷണ പറക്കലിലാണ് സ്റ്റാർഷിപ്പിന്റെ റോക്കറ്റ് കത്തി നശിച്ചിരിക്കുന്നത്. വിക്ഷേപണ തറയിൽ നിന്നുയർന്നതിന് പിന്നാലെ റോക്കറ്റ് പൊട്ടിത്തെറിച്ച് നശിച്ചു. അപ്പൊ എന്തു പറ്റി? വിക്ഷേപണ തറയിൽ നിന്ന് ഉയർന്നതിന് പിന്നാലെ തന്നെ ഈ റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്പേസ് എക്സ്. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്തവർ ഒന്നുകൂടി ഓർത്തിരിക്കുക. ഇലോൺ മസ്കിന്റെ അധികാരത്തിലുള്ള അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ഏത്? സ്പേസ് എക്സ്. സ്പേസ് എക്സിൻ്റെതാണ് എന്ത്? സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾ. സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾ സ്പേസ് എക്സിൻ്റെതാണ്. റോക്കറ്റിലെ ഓക്സിജൻ വാതകം ചോർന്നതാണ് പൊട്ടിത്തെറിക്ക് വഴിവെച്ചതെന്ന് മസ്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. അപ്പോൾ നമുക്കിവിടെ വേണ്ട പോയിന്റ്, അടുത്തിടെ സ്റ്റാർഷിപ്പിന്റെ 7ാം പരീക്ഷണ റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. ഏത് വാതകത്തിന്റെ ചോർച്ച കാരണമാണ് ഈ റോക്കറ്റ് പൊട്ടിത്തെറിച്ചത്? ഏതാണ് ആ വാതകം? ഓക്സിജൻ. ഓക്സിജൻ വാതകത്തിന്റെ ചോർച്ച മൂലമാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർഷിപ്പ് 7ാം പരീക്ഷണ പറക്കലിൽ റോക്കറ്റ് വിക്ഷേപണ തറയിൽ തന്നെ പൊട്ടിത്തെറിച്ചത്. വിക്ഷേപണ തറയിൽ നിന്നും ഉയർന്നപ്പോൾ തന്നെ അത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഓക്സിജൻ വാതകമാണ് എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 240 ടൺ മീഥൈൻ ഇന്ധനവും 860 ടൺ ദ്രവീകൃത ഓക്സിജനുമാണ് റോക്കറ്റിന്റെ വമ്പൻ സംഭരണികളിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ റോക്കറ്റിന്റെ സംഭരണികളിൽ സൂക്ഷിക്കുന്നത് എത്ര മീഥൈനും എത്ര ഓക്സിജനുമാണ്? 240 ടൺ മീഥൈൻ ഇന്ധനവും 860 ടൺ ഓക്സിജനുമാണ് റോക്കറ്റിന്റെ വൻ സംഭരണികളിൽ സൂക്ഷിക്കുന്നത്. ഉപഗ്രഹങ്ങളും ടെലിസ്കോപ്പുകളും കൂട്ടമായി ബഹിരാകാശത്തെത്തിക്കാനും ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയ ഇടങ്ങളിൽ കോളനി ഉണ്ടാക്കാൻ ആളുകളെ എത്തിക്കാനും ശേഷിയുള്ളതാണ് സ്റ്റാർഷിപ്പ്. 7ാം പറക്കലിലാണ്. 7ാമത്തെ പരീക്ഷണമാണ്. ഒരു 6 റോക്കറ്റ് വിട്ടുകഴിഞ്ഞു. അതിൽ ആദ്യത്തെ 2-3 ഒക്കെ പരാജയം തന്നെയായിരുന്നു. പിന്നെ തൊട്ട് മുന്നേ ഉള്ളതൊക്കെ നമ്മൾ ഇടയ്ക്ക് പഠിച്ചായിരുന്നു. എന്താണ്? യന്ത്രക്കൈ ഉപയോഗിച്ച് റോക്കറ്റിനെ ആ ഒരു ഇതിലോട്ട് തന്നെ തിരിച്ചു പിടിച്ച് കൊണ്ടുവന്ന് വെച്ചത് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ്, നമ്മൾ ക്ലാസ്സിലും പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിലൊരു വൻ മുന്നേറ്റം വന്നതിന് ശേഷമാണ് അവരുടെ 7ാമത്തെ പരീക്ഷണം, 7ാമത്തെ പറക്കലിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. ഓക്സിജന്റെ ചോർച്ച മൂലമാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. അപ്പോൾ ഭാവിയുടെ വാഹനമായി കാണപ്പെടുന്നതും ഏതാണ്? നമ്മുടെ സ്റ്റാർഷിപ്പാണ്. എന്താണ്? ചൊവ്വയിലും വ്യാഴത്തിലും ഒക്കെ മനുഷ്യരെ എത്തിച്ച് അവിടെയൊക്കെ കോളനികൾ സ്ഥാപിക്കാൻ ആർക്ക് കഴിയും? സ്റ്റാർഷിപ്പിന് കഴിയുമെന്നാണ് കരുതുന്നത്. ഭൂമിയിലെ യാത്രയ്ക്കും സ്റ്റാർഷിപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ബഹിരാകാശ യാത്രകൾക്ക് മാത്രമല്ല ഭൂമിയിലെ യാത്രകൾക്കും സ്റ്റാർഷിപ്പ് ഉപയോഗിക്കാം. അപ്പോൾ അവരെന്താണ് പറയുന്നത്? എവിടെയും, ലോകത്തെവിടെയും 1 മണിക്കൂറിനുള്ളിൽ സഞ്ചരിച്ചെത്താമെന്ന് ഇലോൺ മസ്ക് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾ വഴി ലോകത്തെവിടെയും 1 മണിക്കൂറിനുള്ളിൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ഭാവിയിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ യുവതലമുറ ഒന്നും തന്നെ ഇവിടെ ഇല്ല. എല്ലാവരും UK-ലും അമേരിക്കയിലും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഇന്ത്യ വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സഹോദരങ്ങളെയോ കസിൻസിനെയോ ഒക്കെ കാണണമെങ്കിൽ നമ്മൾ ഇലോൺ മസ്കിന്റെ സ്റ്റാർഷിപ്പിന്റെ ഒരു റോക്കറ്റ് പിടിച്ചാൽ മതി. 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്കയിലൊക്കെ പോയി അവിടെ സന്ദർശനമൊക്കെ നടത്തി അടുത്ത സമയത്ത് നമുക്ക് തിരിച്ചെത്താം. അപ്പോൾ അത്തരത്തിലൊരു രീതിയിലോട്ട് എത്തിക്കാൻ കഴിയും എന്നാണ് ഇലോൺ മസ്ക് അവകാശപ്പെട്ടിരുന്നത്. കഴിഞ്ഞ വർഷം അതായത് 2024 ജൂണിൽ നടന്ന 4ാം പരീക്ഷണ പറക്കലിലാണ് സ്റ്റാർഷിപ്പ് ആദ്യമായി വിജയിച്ചത്. അപ്പോൾ സ്റ്റാർഷിപ്പിന്റെ ആദ്യ 3 പറക്കലും എന്തായിരുന്നു? പരാജയമായിരുന്നു. അപ്പോൾ ഓർക്കുക, നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വരാം. സ്റ്റാർഷിപ്പിന്റെ ആദ്യ 3 പരീക്ഷണങ്ങൾ വിജയമായിരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്ത് വരും? ഇലോൺ മസ്കിന്റെ സ്റ്റാർഷിപ്പാണ് വൻ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എല്ലാം വിജയം തന്നെയാണ്. അല്ല, 4ാമത്തെ പറക്കലിലാണ് സ്റ്റാർഷിപ്പ് ആദ്യമായി വിജയിച്ചത് എന്ന് കൂടി ഓർക്കുക. എത്രാമത്തേതാണ്? 4ാമത്തെ പരീക്ഷണ പറക്കലിലാണ് സ്റ്റാർഷിപ്പ് ആദ്യമായി വിജയിച്ചത്. അന്ന് മണിക്കൂറിൽ 26,000 കിലോമീറ്റർ എന്ന ശതാബ്ദി വേഗം റോക്കറ്റ് നേടി. എത്രാമത്തെ പറക്കലാണ്? 4ാമത്തെ. അതിനു മുമ്പുള്ള 3 പരീക്ഷണങ്ങളും ഉദ്ദേശിച്ച ഫലം നൽകിയിരുന്നില്ല. പിന്നീട് നടന്ന 2 പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു. അപ്പൊ 4 വിജയിച്ചു, 5 വിജയിച്ചു, 6 വിജയിച്ചു, 7ാമത്തേതാണ് ദേ ഇപ്പോ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ 5ാമത്തെ പരീക്ഷണ പറക്കലിലാണ് റോക്കറ്റിൽ നിന്നും അടർന്ന ബൂസ്റ്റർ ഭാഗം യന്ത്രക്കൈയാൽ സ്പേസ് എക്സ് പിടിച്ചെടുത്തത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? യന്ത്രക്കൈയാൽ സ്പേസ് എക്സ് പിടിച്ചെടുത്തത് റോക്കറ്റിന്റെ ബൂസ്റ്റർ ഭാഗത്തെയാണ്. അത് എത്രാമത്തെ പരീക്ഷണ പറക്കലിലായിരുന്നു? 5ാമത്തെ പരീക്ഷണ പറക്കലിലാണ് റോക്കറ്റിൽ നിന്ന് അടർന്നു പോയ ബൂസ്റ്റർ ഭാഗത്തെ യന്ത്രക്കൈയാൽ സ്പേസ് എക്സ് പിടിച്ചെടുത്ത് ലോക ശ്രദ്ധ നേടിയത്. ഇത് വാർത്തകൾ കണ്ടതാണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കേസാണ്. അപ്പൊ അതൊന്ന് ഓർക്കുക. ഏത് ഭാഗമാണ്? ബൂസ്റ്റർ ഭാഗമാണ്. 5ാമത്തെ പരീക്ഷണ പറക്കലിലാണ് എന്നുകൂടി ഒന്ന് ഓർക്കുക. മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. അക്രമം ഇല്ലാതാക്കുന്നതിനും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അരുണാചൽ പ്രദേശ് ഗോത്രങ്ങളായ ആദി അപതാനി കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ എന്താണ്? അക്രമം ഇല്ലാതാക്കാനും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒരു കരാറിൽ ഏർപ്പെട്ട അരുണാചൽ പ്രദേശിലെ ഗോത്ര വിഭാഗങ്ങളാണ് ഏതൊക്കെ? ആദിയും അപതാനിയും. ഏതൊക്കെയാണ്? ആദി, അപതാനി. നമുക്ക് ചോദ്യം വരാം, ആദി അപതാനി ഗോത്ര വിഭാഗങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആദി അപതാനി ഗോത്ര വിഭാഗങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഏതൊക്കെ? ആദി അപതാനി. അങ്ങനെയെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? പേമ ഖണ്ഡു ആണ് അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി. നമുക്ക് മുഖ്യമന്ത്രിമാർ വേണം. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? പേമ ഖണ്ഡു. US-ൽ പ്രവർത്തനം അവസാനിപ്പിച്ച് ടിക്ടോക്ക്. അപ്പോൾ നമുക്ക് ചോദ്യം വരാം, നമ്മുടെ രാജ്യത്ത് ടിക്ടോക്ക് വർഷങ്ങളായി നിരോധിച്ചിട്ട്. അപ്പോൾ അതുപോലെ അടുത്തിടെ ടിക്ടോക്ക് നിരോധിച്ച രാജ്യം ഏതാണ്? US ആണ്. US-ൽ ടിക്ടോക്ക് പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചൈനീസ് മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ കീഴിലാണ് ഈ ടിക്ടോക്ക് എന്ന് പറയുന്നത്. ചൈനീസ് മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ കീഴിലാണ് ടിക്ടോക്ക്. കുടുംബശ്രീ സംഘടിപ്പിച്ച സീറോ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ കുട്ടികളുടെ ഉച്ചകോടി വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. പ്രതിരോധത്തിലും നിയമനിർമ്മാണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർത്ത് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എന്താണ്? പ്രതിരോധത്തിലും നിയമനിർവഹണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് എന്താണ് പദ്ധതി? പാർത്ത് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശ് സംസ്ഥാനമാണ് പാർത്ത് യോജന പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്